എന്താടാ ഇങ്ങോട്ട് വന്നേ. നിനക്കെന്താ പ്രശ്നം? നിനക്കെന്താ പ്രശ്നം? എനിക്കിനി ഇത് മുന്നോട്ടുണ്ടാവാൻ താല്പര്യമില്ല. എന്താണ്? നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. നീ നിന്ന് വരായിരുന്നേ, നിനക്ക് എന്നാ പറ്റി? അവൾ പോയടാ. ആക്ച്വലി ഒരു വെബ്സൈറ്റ് ഉണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യും. അന്ന് നമ്മൾ കണ്ട വെബ്സൈറ്റ് ആണോ? അതന്നെ, നിന്റെ എല്ലാ പ്രോബ്ലംസ് ഒരു ചേച്ചി നിന്നെ എന്ത് ചാറ്റ് ചെയ്താലും പറഞ്ഞു കൊടുത്താൽ ഹെൽപ്പ് ചെയ്ത് തരും. ഈ വെബ്സൈറ്റ് നോക്കിയാൽ മതി. അതിന് ഇതൊക്കെ നടക്കുന്നു തോന്നുന്നുണ്ട്. നടക്കൂടാ, നീ ഞങ്ങളെ വിശ്വസിക്കേ. നോക്കാന്നാ പോട്ടെ. അപ്പനെ കൊണ്ടുവരാനല്ലോ എന്നോട് പറഞ്ഞത്. സാറേ, അപ്പനൊരു ചൂടനാണ് സാറേ. ഇവന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ തന്നെ ശരിയാക്കും. അതുകൊണ്ടാണ് ഞാൻ തന്നെ കൂടി പോകുന്നത്. എന്ത് കഷ്ടാണോ അവന്റെ കാര്യം. സത്യം. നമുക്കെന്താ ചെയ്യാം? അവനോടാണോടാ? അപ്പനും തലമ്പാടാ. എന്തൊരു കോലോടത്! നിന്റെ മനസ്സ് പോലെ തന്നെയുണ്ട് മനുഷ്യനെ നാറ്റിക്കാൻ വേണ്ടി. നിന്റെ അമ്മ സ്കൂളിൽ വന്നല്ലേ, എന്നെ അറിയിക്കാതെ രണ്ടും കൂടി അത് എണീക്കാൻ പറ്റുന്നല്ലടാ. നീ എന്തെങ്കിലും ഉണ്ടാക്കണ്ടടാ. ഇത്രയുള്ളൂ? എനിക്കോ? ഞാൻ ഒരെണ്ണം കൂടെ തരാടാ. ഹലോ ഗായ്സ്, ഇപ്പൊ എനിക്കൊരു വിവരം കിട്ടിയിട്ട് വന്നാണ് ഗൈസ്. ആരാണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഏതോ വിദ്യാർത്ഥികൾ ഇവിടെ മയക്കുമരുന്ന് അടിച്ച് ഫിറ്റായിട്ട് ഇവിടെ കിടപ്പുണ്ടെന്ന്. ആകെ ഇത്തിരി ഉള്ളല്ലോ ഇവനൊക്കെ ഈ സാധനം അടിച്ചേരുന്നത്. ഈ ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടി ഇവന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടത് ഇവനൊക്കെ വല്ല അറിയണണ്ട. എന്നിട്ട് ഏതോ ഒരുത്തം മേടിച്ചു കൊടുത്ത മയക്കുമരുന്നും കഴിച്ചിട്ട് വന്ന് കിടക്കണോക്ക് പബ്ലിക് റോട്ടിൽ. ഇത് കണ്ട, പബ്ലിക് റോട്ടിൽ. വയ്യണ്ടേ. ഒറ്റ കാര്യം പറയാനുള്ള നോക്കളെ, കുടുംബം വഴിയാതാരേ പോകും. ഇതിനൊരു കൈ വരും. ഇതിനെല്ലാം തൂഫാനാക്കാൻ വേണ്ടി ഒരു സാധനം വരും. അതിന് ഗവൺമെന്റ് നമ്മുടെ കൂടെ വെക്കും. നമ്മൾ വിശ്വസിക്കാം. കണ്ടില്ലേ?